ഇടുക്കിയിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ മൂന്നാറിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ശാശ്വത പരിഹാരം കാണുമെന്ന അധികൃതരുടെ വാഗ്ദാനവും നടപ്പായില്ല. മണിക്കൂറുകൾ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി കാഴ്ചകൾ കാണാതെ തിരിച്ചുപോകുന്ന സഞ്ചാരികളും നിരവധിയാണ്. ഇടുക്കിയിലെത്തുന്ന വിനോദസഞ്ചാരികളിൽ ഏറിയ പങ്കും എത്തുന്നത് മൂന്നാറിലാണ്. അതുകൊണ്ട് തന്നെ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. മൂന്നാർ മാട്ടുപ്പെട്ടി മറയൂർ റൂട്ടിലും ടൗണിലും തിരക്കേറിയാൽ വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകൾ നീളും. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ലാത്തതും തിരിച്ചടിയാണ്. எதனாச்சும் எமர்ஜென்சி ஆம்புலன்ஸ் வந்துச்சுன்னா போகிறதுக்கு வழி இல்லை. டிராஃபிக்கில் போகிறதுக்குள்ளே ஆள் எங்கேனாச்சும் போகிற வழியிலே அவுட் ஆயிடுது. பயங்கர டிராஃபிக்காக இருக்குது. அது பார்க்கிங் വസതി ഇല്ല മൂന്നാറിൽ. ഗതാഗതക്കുരുക്കിനെ തുടർന്ന് പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ച് മടങ്ങുന്നവരും ഒട്ടനവധിയാണ്. ഓട്ടോ ടാക്സി തൊഴിലാളികളും ടൂറിസത്തെ ആശ്രയിച്ച് കഴിയുന്നവരും ഇതോടെ പ്രതിസന്ധിയിലായി. ഒരു 10 വണ്ടി ഒന്നിച്ച് വന്നാൽ മൂന്നാർ ടൗണിൽ തിരിയാൻ സ്ഥലമില്ല. പിന്നെ കുറേ പോലീസുകാർ അഡ്ജസ്റ്റ് വിടുന്നതുകൊണ്ട് മാത്രം ഇന്നിപ്പോൾ അത്യാവശ്യം സിസ്റ്റമാറ്റിക്കായിട്ട് പോലീസുകാർ വിടുന്നുണ്ട്. അവർ മാക്സിമം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. ഈ വണ്ടി വരുന്ന വണ്ടി കയറി പാർക്ക് ചെയ്യാനോ തിരിക്കാനോ അവർക്ക് ഭക്ഷണത്തിനുള്ള സെറ്റപ്പ് ഇല്ല. ഗതാഗതക്കുരുക്കഴിക്കാനുള്ള സത്വര നടപടികളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയില്ലെങ്കിൽ തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിനെ സഞ്ചാരികൾ അവഗണിക്കുന്ന കാലം വിദൂരമല്ല. മീഡിയ 1 ഇടുക്കി.